വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ. മലയാളി താരം കരുൺ നായർ ടീമിലേക്ക് മടങ്ങിയെത്തി. വിവരങ്ങളുമായി സജിഷ ചേരുന്നുണ്ട്. സജിഷ, അതായത് ഇപ്പോൾ ബുംറയുമുണ്ട്, KL രാഹുലുമുണ്ട് ടീമിലുണ്ട് എങ്കിൽ പോലും ഇപ്പോഴിതാ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഗില്ലിനെയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. സജിഷ. ഭദ്ര സൂചിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പോൾ ഒരു തലമുറ മാറ്റം വന്നിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്, ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ട്. ഇത് മുൻ സൂചനകൾ തന്നെ ഗില്ലിനായിരുന്നു ഏറ്റവും അനുകൂലമായി നിലനിന്നിട്ടുണ്ടായിരുന്നതും ഗില്ലിന് തന്നെയായിരുന്നു. പക്ഷേ ഋഷഭ് പന്ത് ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ ആയിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പറും കൂടി ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടി ഋഷഭ് പന്ത് ആയിരിക്കും. വൈസ് ക്യാപ്റ്റൻ കൂടി ആയിട്ടുള്ള ഋഷഭ് പന്താണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആയിരിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ. ഇതില് ഒരു പ്രത്യേകത പറയാനുള്ളത് പരിചയ സമ്പത്തിനും യുവതലമുറയ്ക്കും കൂടിയുള്ള ഒരു ഇഴചേർന്നിട്ടുള്ള ഒരു സന്തുലിതമായ ഒരു ടീമാണ് ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ മലയാളി താരം കരുൺ നായർ വന്നിട്ടുണ്ട്. ഇതിന് പുറമെ ഗില്ല് വരും തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ. കാരണം ബുംറ നിലനിൽക്കുന്നുണ്ട്, പരിചിതനായ ബുംറ നിൽക്കുന്നുണ്ട്, KL രാഹുൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ ക്യാപ്റ്റൻ ആവില്ല എന്ന് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സൂചനകൾ. കാരണം ബുംറയ്ക്ക് ഇതിൽ താല്പര്യമില്ലായിരുന്നു, ക്യാപ്റ്റൻ ആവാനുള്ള താല്പര്യമില്ല എന്ന് ബുംറ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന സൂചനകളും. KL രാഹുൽ ആണെങ്കിലും ഒരു പരിചയ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിലും KL രാഹുലിനും ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവാൻ വലിയ താല്പര്യമില്ല എന്നായിരുന്നു മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പൊ നിലവിൽ നടക്കുന്ന IPL ടീമിൽ പോലും ക്യാപ്റ്റൻ ആവാൻ KL രാഹുൽ സന്നദ്ധനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ബാറ്റർ എന്ന നിലയിൽ മത്സരത്തിൽ കൂടുതൽ പ്രകടനം കാഴ്ചവെക്കാനും കൂടി KL രാഹുൽ ബാറ്റിംഗ് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗില്ലിന് തന്നെയായിരുന്നു കൂടുതൽ സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഗില്ലിനും ഋഷഭ് പന്തിനും. ബുംറ താല്പര്യമില്ല എന്ന് അറിയിച്ചതും ഒരു വഴിത്തിരിവായിട്ട് ഗില്ലിലേക്ക് തന്നെ വരികയും ചെയ്തിട്ടുണ്ടായിരിക്കുകയാണ്. മറ്റൊന്ന് കരുൺ നായരുടെ തിരിച്ചുവരവ്. മലയാളി താരമായിട്ടുള്ള കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ ഓപ്പണറായിട്ടുണ്ടാവും. മറ്റൊന്ന് ജയ്സ്വാള്, പിന്നെ ഒരു മുഹമ്മദ് സിറാജ് ബൗളറായിട്ട്, ഫസ്റ്റ് ബൗളറിംഗിലായിട്ട് മുഹമ്മദ് സിറാജ്, അതുപോലെ തന്നെ സ്പിന്നിന് ഒരു കരുത്തായിട്ട് കുൽദീപ് യാദവ്. ഇങ്ങനെ ഒട്ടേറെ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ ഓൾറൗണ്ട് മികവിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായിട്ടുള്ള രവീന്ദ്ര ജഡേജയെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ യുവതലമുറയ്ക്ക് കൂടുതൽ ഒരു അവസരം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് പുതിയ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സജിഷ, അങ്ങനെ തന്നെയാണ്. അതായത് യുവതലമുറയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ടീമിന്റെ ഭാവി ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും ഒക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ആദ്യമായി ഇന്ത്യ ഈ ടെസ്റ്റ് പരമ്പരയിലേക്ക് വരുന്നു. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ, വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് വൈസ് ക്യാപ്റ്റൻ.